പിന്നീട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കുഞ്ഞിന് തീരെ വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കുറച്ച് പൈസ തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ സുചേട്ടാ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര മോശമാണ്, എൻ്റെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ സുചേട്ടൻ പറഞ്ഞു, നീ എനിക്ക് ഉള്ളത് എനിക്ക് തരണം, ഇല്ലാന്ന് മാത്രം നീ പറയരുത് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് പൈസ എടുത്തിട്ട് കൊടുത്തു. അതിനുശേഷം ഇട്ട് കൊടുത്ത പൈസ ഫുൾ എനിക്ക് തിരിച്ചു തന്നില്ല, എന്നാലും എനിക്ക് കുറച്ച് പൈസ തിരിച്ചു തന്നു. അതിനുശേഷം ഇളയവൻ ഇപ്പൊ ഋതപ്പനില്ലേ, ഋതപ്പന് ഇതുപോലെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുന്നത്. നമ്മുടെ നിമിഷ ബിജു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഓഡിയോയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. സുധിയും രേണുവും കൂടി കുറെ പേരുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പൊ അത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ്, പലർക്കും ഈ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന്. ഇപ്പൊ നിമിഷ തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ്. നിമിഷയുടെ ഫ്രണ്ട് ആയിരുന്നു ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി. ഒരു ദിവസം കുഞ്ഞിന് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പൈസ ചോദിക്കുകയും നിമിഷയുടെ കയ്യിൽ ഇല്ലെങ്കിലും ഉള്ളത് തായോ എന്ന് പറഞ്ഞ് ആ ഉള്ള തുക നിമിഷ ഇട്ടുകൊടുക്കുകയും ചെയ്തു. പക്ഷേ അതിന്റെ കുറച്ച് പൈസ തിരിച്ചു കിട്ടി, ബാക്കി മുഴുവൻ തിരിച്ചു കിട്ടിയില്ല. ബാക്കി ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത് ഒരു തവണയിൽ നിന്നില്ല, രണ്ടാം തവണയും ഇതുപോലെ പൈസ കടം വാങ്ങുകയും ചെയ്തു. പക്ഷെ അത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ആളുടെ മരണത്തിന് നിമിഷയ്ക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നും പറയുന്നു. പക്ഷെ ഇപ്പോ നിമിഷയും രേണുവും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ. പക്ഷെ ഇവര് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഷയമായിട്ടില്ല എന്ന് തന്നെയാണ് നിമിഷ പറയുന്നത്. ഇവിടെ രേണു സുധി എന്റെ മകനെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോയി നോക്കിക്കോട്ടെ, ആ കൊച്ചിന് 5 വയസ്സുള്ള കൊച്ചിനെ നോക്കാനായിട്ട് ആരാന്ന് വെച്ച് ഏറ്റെടുത്തോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവിടെ നിമിഷ പറഞ്ഞിരുന്നു, ഞാൻ ആ കൊച്ചിനെ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാണ്, ആ കുട്ടിയെ ഞാൻ നോക്കിക്കോളാം എന്നൊരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു. അന്ന് മുതലാണ് നിമിഷ ബിജു സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അതിനു മുമ്പ് വൈറലാണെങ്കിലും ഈ രേണു സുധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരൊറ്റ ടോപ്പിക്കിലൂടെയാണ്. അതിനു മുൻപ് ഇവര് തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്ന് നമുക്കൊരു വീഡിയോ കാണാം. നിമിഷ അവിടെ ഭർത്താവിനെയും കൂട്ടി രേണു സുധീനെ കാണാനായിട്ട് വീട്ടിലേക്ക് പോയിരുന്നു. അവിടെ ചെന്ന് നിമിഷ രേണുവിന്റെ അടുത്ത് ഉമ്മ കൊടുക്കുന്നു, ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നു. ഭയങ്കര സുന്ദരിയായിട്ടുള്ള കുട്ടിയാണ്, നേരിട്ട് കാണാൻ ഭയങ്കര സുന്ദരിയാണ്, നല്ല ക്യൂട്ടാണ്, ഒരു കുഞ്ഞു കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ രേണുവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവിടെ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയുടെ അടുത്ത് ചെന്ന്, അതായത് സുധിയുടെ ഫ്രണ്ടാണ്, അവിടെ ചെന്നു കൊണ്ട് അവിടെ സപ്പോർട്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം അവിടെ രേണു സുധിക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒറ്റയ്ക്ക് അവിടെ പോയി വലിയ ഓഫ് അല്ല അവിടെ കാണിച്ചിരുന്നത്, സ്വന്തം ഭർത്താവിന്റെ ഒപ്പം കൂടെ പോയി അവിടെ ഒരു ഫാമിലി ആയിട്ട് തന്നെ പോയി സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിമിഷ നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചു. അത്രയും സ്നേഹത്തിൽ ഇരുന്നിരുന്ന നിമിഷയും രേണുവും. അപ്പോൾ നിമിഷ പറയുന്നുണ്ട്, ഞങ്ങൾ അത്ര ഫ്രണ്ട്സ് ഒന്നുമല്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ മെസ്സേജ് അയക്കും, ജസ്റ്റ് ഒന്ന് സംസാരിക്കുകയും മാത്രം ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട്സ് മാത്രമാണ്, അല്ലാതെ കൂടുതൽ അടുപ്പൊന്നും ഞങ്ങൾ തമ്മിലില്ല, കൂടുതൽ കാര്യങ്ങളൊന്നും പറയാറില്ല. വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ലിങ്കുകളൊക്കെ അയച്ചു തരും, ഞാൻ നന്നായിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഒരു ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തന്നെയാണ് നിമിഷ പറയുന്നത്. പക്ഷെ ഇപ്പോഴും ആ ബന്ധത്തിന് കോട്ടം തട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അവിടെയാണ് കാര്യം ഇരിക്കുന്നത്. ഈ കൊച്ചിനെ ഏറ്റെടുക്കാനായിട്ട് നിമിഷ തയ്യാറാണ് എന്ന് പറഞ്ഞ സമയത്ത് അവിടെ രേണു വിളിച്ചിരുന്നു പോലും. വിളിച്ചിട്ട് നമ്മൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടല്ലോ, എന്താണ് കാര്യം എന്ന് ചോദിച്ചു അത്രേ. അപ്പൊ ഞാൻ നിന്റെ കൊച്ചിനെ ഏറ്റെടുത്ത് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ കാര്യം എന്നാണ് നിമിഷ പറഞ്ഞപ്പോ അവിടെ രേണുസുതി പറഞ്ഞത്രേ, നീയല്ലേ കൊണ്ടുപോയി നോക്കിക്കോളാൻ പറഞ്ഞു എന്ന്. അതൊന്ന് കേട്ടു നോക്കി. ഞാൻ പറഞ്ഞു, എടി അരിച്ചു പിരിഞ്ഞെന്നൊക്കെ പറഞ്ഞ് എന്താ സംഭവം ചോദിച്ചു. അപ്പൊ ഞാൻ ലൈവിൽ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് അവള് ഫോൺ എടുത്തില്ല, എനിക്ക് മെസ്സേജ് അയച്ചു. അത് രാത്രിയിൽ ഒരു 9 മണിയോ 9:15 അങ്ങനെ ആയപ്പോഴാണ് എന്നെ തിരിച്ചു വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് കൊച്ചിന്റെ കാര്യം പറഞ്ഞു, നിന്റെ കൊച്ചിനെ ഞാൻ നോക്കിക്കോളാന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അത്രയുള്ള കാര്യം എന്ന് പറഞ്ഞു ഒരു ചിരിയും ചേച്ചിട്ട് അവള് പറഞ്ഞു, നീ കൊണ്ട് നോക്കിക്കോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത്രയും അങ്ങനെ പറഞ്ഞു. സംഭവം കേട്ടില്ലേ? അവിടെ കൊച്ചിനെ കൊടുക്കാനായിട്ട് അവിടെ തയ്യാറാണ് രേണു സുധി. നിമിഷ അത് ഏറ്റെടുക്കാന്ന് പറഞ്ഞ വഴിക്ക് നീ കൊണ്ടുപോയി നോക്കിക്കോ, എനിക്ക് പ്രശ്നമില്ല, നീയല്ല ആള് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പോയിന്ന്. പിന്നെ ഇത് മാത്രല്ല, ഇവിടെ നിമിഷ ഒരു തവണ മെസ്സേജ് അയച്ചിട്ട് അത് മാസങ്ങളായിട്ട് റീഡ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. അത്രയും തിരക്കിട്ട ഒരു നായികയായിട്ട് ഇപ്പൊ നമ്മുടെ രേണു മാറിക്കഴിഞ്ഞു. അപ്പോ ആ ഒരു സമയത്ത് രേണുവിന്റെ അടുത്തുള്ള അസൂയാണോ കുശുമ്പാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം, ചിന്തിക്കാം.
ഇവിടെ പറയുന്ന നിമിഷയ്ക്ക് അങ്ങനെ എന്തെങ്കിലും രേണുവിന്റെ അടുത്ത് സ്വല്പം അസൂയോ കുശുമ്പോ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് എന്നൊരു ചിന്താഗതി നമുക്ക് തോന്നാം. പക്ഷെ എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു പ്രകൃതം അനുസരിച്ച് അവർ ആ റിയാക്ട് ചെയ്യുന്ന ഇതനുസരിച്ച് ഇപ്പോ ഈ വീഡിയോയിൽ തന്നെ അവിടെ അവതാരകൻ ആങ്കർ ചോദിക്കുന്നുണ്ട് ഈ ഒരു കാര്യം, ഞാൻ പറഞ്ഞ ചോദ്യം അവിടെ ചോദിക്കുന്ന സമയത്ത് അവിടെ നിമിഷ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് ആ റിയാക്ഷൻ ഇഷ്ടപ്പെടാണ് ചെയ്തത്. ഞാൻ ആങ്കർ കുറ്റം പറയുന്നില്ല, എല്ലാവരും മനസ്സിലുള്ള ഒരു ചോദ്യം തന്നെയാണ് അവിടെ ആങ്കർ ചോദിച്ചുള്ളൂ. പക്ഷെ നിമിഷം അവിടെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് ചൂടായിട്ട് പറയുന്നുണ്ട്, നിന്റെ കോപ്പിലെ ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കണ്ടെന്നൊക്കെ അവിടെ നിമിഷം പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ നിമിഷയുടെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുമ്പ് തന്നെ എനിക്ക് നിമിഷനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് പരിചയമുണ്ട്. നിമിഷ എന്ന് ഞാൻ പേര് പറയുന്നുള്ളൂ. പക്ഷെ എനിക്കെന്തോ അങ്ങ് ഉൾക്കൊള്ളാനും ഇഷ്ടപ്പെടാനും തോന്നാത്തൊരു ക്യാരക്ടറായിരുന്നു. പക്ഷെ ഫാമിലിക്ക് കൊടുക്കുന്ന പ്രാധാന്യമൊക്കെ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഓ ഫാമിലിക്കൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീയാണോ ഇവരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ വീഡിയോസൊക്കെ അങ്ങനെ എന്തുകൊണ്ടോ ഇഷ്ടമല്ലാത്തത് കൊണ്ട് എനിക്ക് അവരോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഞാൻ നോക്കുന്ന സമയത്ത് രേണുവുമായിട്ടുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നോക്കുന്ന സമയത്ത് അവിടെ രേണു എന്ന് പറയുന്ന ആ വ്യക്തിനെ ആ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് പോയി സപ്പോർട്ട് ചെയ്ത ആ ഒരു രീതി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കുകയും കൂടെ നിൽക്കേണ്ട സമയത്ത് കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വിമർശനങ്ങൾ നടത്തുന്ന സമയത്തും അവര് രേണുസുധീനെ മോശമായിട്ട് പറയുന്നില്ല എന്നുള്ളതാണ് എന്നെ കൂടുതൽ താല്പര്യം തോന്നാനുണ്ടായ കാരണം. ഇപ്പൊ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ രേണുസുധീനെ അടിച്ചമർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെ മോശമായിട്ട് അവിടെ രേണുവിനെ കുറിച്ച് സംസാരിക്കാൻ നിമിഷയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ, പക്ഷെ നിമിഷ അതിന് മുതിരുന്നില്ല. ഇപ്പോഴും നിമിഷ പറയുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പാവം കുട്ടിയാണ്, ഒരു കൊച്ചുകുട്ടിയാണ് എന്നുള്ള ലെവലാണ് ഇപ്പോഴും അവിടെ നിമിഷ രേണുവിനെ കുറിച്ച് സംസാരിക്കുന്നത്. അവിടെ വേണമെന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് സംസാരിക്കായിരുന്നു. ഒരു കൊച്ച് അവിടെ ജസ്റ്റ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പൊടിക്കൊന്ന് ഒതുങ്ങണമായിരുന്നു എന്ന് മാത്രമാണ് അവിടെ രേണുവിനെ കുറിച്ച് പറഞ്ഞത്. ഒരു പൊടിക്കല്ല, ഇത്തിരി കൂടുതൽ ഒതുങ്ങണമായിരുന്നു എന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയ ഇത്രയും പറയാനായിട്ട് കാരണം തന്നെ അത് രേണുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഫോൾട്ട് തന്നെയാണ്. പൊടിക്കൊന്ന് ഒതുങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നവിടെ പറയുന്നുണ്ട് നിമിഷ. അതിനോട് ഞാൻ യോജിക്കുന്നു. പിന്നെ ഈ നിമിഷ ഈ എല്ലാ കാര്യങ്ങൾക്കും അവിടെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, നല്ല കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ അവിടെ വിമർശിക്കാനും അവിടെ മുതിരുന്നുണ്ട്. നിങ്ങളൊരു വീഡിയോ കണ്ടു നോക്ക്. വന്നപ്പോഴേ എനിക്ക് കിട്ടിയ എന്റെ മൊമെന്റ് ഒക്കെയാണ് ഇത് കാണുന്നതൊക്കെ. അതൊക്കെ ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു. ഇത് ഈ പിള്ളേരെടുത്ത് കളിക്കും. നമുക്കിതെല്ലാം കട്ടിലടി വെച്ചാലോ, സൂക്ഷിച്ചു വെക്കാം. ഒരുപാടുണ്ട് കേട്ടോ, ഉണ്ടോ? എനിക്ക് കിട്ടിയ എന്റെ പുരസ്കാരങ്ങൾ സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതിലൂടെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ കൊല്ലം സുധിയുടെ ആ പ്രൈസുകൾ മുഴുവൻ ചാക്കിലാക്കി കട്ടിലിനടിയിലേക്ക് തള്ളിയതിനെ ട്രോളിക്കൊണ്ട് നിമിഷിട്ടിട്ടുള്ള വീഡിയോ ആണിത്. ഇത് അവിടെ അവര് തമ്മിൽ ബന്ധമുള്ള സമയത്ത് തന്നെ ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ അതിനുശേഷമാണ് നിമിഷ ഇങ്ങനെ ഒരു പ്രതികരണവുമായി മുന്നോട്ട് വന്നത്. കേരളത്തിൽ ഒരുപാട് പേര് പറയാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് നിമിഷ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും നിമിഷ അവിടെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ രേണുസുധിയുടെ സംസാരവും കാര്യങ്ങളും പ്രവർത്തികളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും പ്രതികരിച്ചു പോകും. ആ ഒരു പ്രതികരണം തന്നെയാണ് നിമിഷയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും ഇപ്പൊ നിമിഷ മോശമായിട്ട് പറഞ്ഞു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ നിമിഷയുടെ അടുത്ത് എനിക്കിപ്പോ മുമ്പുണ്ടായിരുന്ന ആ ഒരു ദേഷ്യവും ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്വല്പം കുറഞ്ഞു എന്ന് പറയാട്ടോ. ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് കുറച്ച് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ ഒരു നിമിഷയുടെ ആ ഒരു സംസാര രീതിയും കാര്യങ്ങളും ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവരെ കൂടുതലായിട്ട് അറിയാൻ പറ്റില്ലല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ഇവരുടെ ഒരു കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ ആ നിമിഷയുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരു വ്യക്തിത്വമുള്ള സ്ത്രീയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവരൊരു നല്ല സ്ത്രീയാണ്. അവരുടെ മറ്റ് കുറച്ച് കാര്യങ്ങളോട് എനിക്ക് താല്പര്യക്കുറവ് ഇപ്പോഴും ഉണ്ട്, ഞാൻ പറയുന്നു. പക്ഷേ എന്തുകൊണ്ടും ഈ രേണുസുധിനേക്കാൾ 100 ഇരട്ടി ഭേദമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിമിഷം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, രേണുസുധിയുടെ അടുത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാനായിട്ട് തയ്യാറുള്ള ഒരു പെൺകുട്ടിയായിട്ട് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എന്റെ അടുത്തേക്കാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കുറെ ഇരുന്ന് കേൾക്കും, എന്നിട്ട് ഞാൻ ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ കൊള്ളാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നാണ് നിമിഷം പറയുന്നത്. പക്ഷേ ഞാനിവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ച സമയത്ത് അത് തീരെ കേൾക്കാൻ പോലുള്ള മനസ്സ് അവിടെ രേണു കാണിക്കുന്നില്ല എന്നൊരു പരാതി അവിടെ പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് നിമിഷ പറഞ്ഞ കാര്യം. സോഷ്യൽ മീഡിയ ഇത്രയധികം വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്ന സമയത്ത് തന്റെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും തയ്യാറല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രേണുസുധി. തന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കാനായിട്ട് ഒട്ടും
ഇതില്ല. അതുപോലെ തന്നെ ഒരുപാട് വിമർശനങ്ങൾ വരുമ്പോൾ ആ വിമർശനങ്ങൾ എന്നിലേക്കാണ് എത്തുന്നത്, എന്റെ പോരായ്മ എന്താണ്, ഞാൻ എന്താണ് തെറ്റി ചെയ്യുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അത് തിരുത്താനായിട്ട് കുറെ പേരെങ്കിലും ശ്രമിച്ചെന്ന് വരും. ഈ പറയുന്ന രേണുസുതി അത് ഞാൻ തിരുത്തില്ല, എനിക്കിഷ്ടമുള്ളതേ ഞാൻ ചെയ്യുള്ളൂ, ഞാൻ ചെയ്യുന്നത് മൊത്തം ശരിയാണ്, എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് രേണുസുതി. അപ്പൊ പിന്നെ അങ്ങനെയുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഇപ്പോ രേഷ്മ പി തങ്കച്ചോ, രേഷ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അതായത് വളരെ ക്ലോസ് ആയിട്ടല്ല എങ്കിൽ പോലും തന്റെ വീട്ടിൽ വന്ന് കണ്ട് ഉമ്മയൊക്കെ കൊടുത്ത് ഇത്രയും സ്നേഹത്തോടു കൂടി സപ്പോർട്ട് ചെയ്ത സുഹൃത്ത് തന്നെ ഇപ്പോ തള്ളി പറയുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കയ്യിലിരിപ്പോണ്ട് തന്നെയല്ലേ. ആ കയ്യിലിരിപ്പ് ഇത്തിരി മോശമായതുകൊണ്ടല്ലേ ഇപ്പൊ കൂടെ നിന്നവർക്ക് ഇങ്ങനെ തള്ളി പറയേണ്ട ഒരു അവസ്ഥ വന്നത്. നിങ്ങൾ അടിച്ചു പിരിഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് അത് രേഷ്മ പി തങ്കച്ചൻ തന്നെയാണ്.